യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ലൂക്കോസ് 14:26 കർത്താവ് പറയുന്നത്, സ്വന്തം ജീവനെ പകയ്ക്കുന്നവന് മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ. മത്തായി 10:39 പറയുന്നത്, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളയുവാൻ തയ്യാറായാൽ മാത്രമേ ജീവൻ കണ്ടെത്തുവാൻ കഴിയൂ. അതായത് സ്വയം ത്യജിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ കഴിയൂ. കർത്താവ് പറഞ്ഞു, കൊതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യോഹന്നാൻ 12:24. ക്രിസ്തു ശിഷ്യനായിരിക്കാൻ നാം നൽകേണ്ടുന്ന വില നമ്മളുടെ ജീവൻ തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി ഒരു കൊതമ്പ് മണിയായി ചാകുവാൻ തയ്യാറാകുന്നവനാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. ശിഷ്യത്വത്തിൻ്റെ വില, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന പുസ്തകം എഴുതിയ ദൈവശാസ്ത്രജ്ഞനാണ് ബോൺഹോഫർ. 1946-1945 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ പുസ്തകം അദ്ദേഹം 1937 എഴുതിയത്. യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി ഈ പുസ്തകം എഴുതിയതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില തൻ്റെ ജീവൻ തന്നെയായിരുന്നു. ജർമ്മൻ ചാൻസലർ ഹിറ്റ്ലർക്കെതിരായുള്ള നീക്കമായി ഈ പുസ്തകം തെറ്റിദ്ധരിക്കപ്പെടുകയും 1943 ഏപ്രിൽ മാസത്തിൽ നാസി പട്ടാളക്കാരാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. 1945 ഏപ്രിൽ 9 തൻ്റെ 39-ാം വയസ്സിൽ അദ്ദേഹം വധിക്കപ്പെട്ടു. കർത്താവിന് വേണ്ടി ഒരു കൊതമ്പ് മണിയായി അദ്ദേഹം ജീവൻ നൽകി. ആദ്യ നൂറ്റാണ്ടിൽ സഭപീഡനത്തിൽ കൂടി കടന്നുപോയപ്പോൾ അനേകായിരങ്ങളാണ് രക്തസാക്ഷികളായി തീർന്നത്. ഇന്ന് പീഡനത്തിനിരയായി അനേക രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു. നാളെ ഒരു പക്ഷേ കർത്താവിന് വേണ്ടി ജീവൻ നൽകുവാൻ നമ്മെ വിളിച്ചാൽ നാം നൽകുന്ന മറുപടി എന്തായിരിക്കും? നിനക്ക് വേണ്ടി ചാകുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ദാരിയോസ് രാജാവിനെ ആരാധിക്കാതെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച ദാനിയേൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു. ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നതാണ് ദാനിയേലിൽ ചുമത്തിയ കുറ്റം. തൻ്റെ ദൈവവുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം ആ ശിക്ഷ ഏറ്റെടുക്കുവാൻ ദാനിയേലിനെ ശക്തീകരിച്ചു. സത്യത്തിനു വേണ്ടി ജീവൻ നൽകുക, അതാണ് ശിഷ്യത്വത്തിൻ്റെ യോഗ്യത. ഇത് തന്നെയാണ് ശദ്രക്, മേശക്, അബേദ്നഗോ എന്നീ 3 യഹൂദ യുവാക്കന്മാരിലും കാണുന്നത്. രാജാവ് നിർത്തിയ ബിംബത്തെ ആരാധിക്കാതെ എരിയുന്ന തീച്ചൂളയിൽ വീഴുവാൻ അവർ തയ്യാറായി. തീച്ചൂളയിൽ എറിയപ്പെട്ട 3 4ാമത് ഒരുവനായി കർത്താവ് തീച്ചൂളയിലേക്ക് ഇറങ്ങി വന്നു. സത്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ഗ്രഹാം സ്റ്റെയിൻസിനെയും ഫിലിപ്പ്, തിമോത്തി എന്നീ 2 മക്കളെയും നമുക്ക് മറക്കുവാൻ കഴിയുമോ? ഒരു ശിഷ്യനാകേണ്ടി വന്നതിനാൽ വളരെയധികം കഷ്ടത പൗലോസിന് ഏൽക്കേണ്ടി വന്നു. 2 കൊരിന്ത്യർ 6:5 വാക്യങ്ങളിൽ താൻ സഹിക്കേണ്ടി വന്ന കഷ്ടതയുടെ ഒരു പട്ടിക തന്നെയുണ്ട്. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, പട്ടിണി, അപമാനം, ദുഷ്കീർത്തി, ദാരിദ്ര്യം തുടങ്ങിയവ കൂടാതെ മാനോപമാനങ്ങളും ദുഷ്കീർത്തിയും തനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഈ വിധ കഷ്ടതകൾ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പൗലോസ് എങ്ങനെ പറഞ്ഞു? മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞാൻ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവ,
ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നു. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവർ. 2 കൊരിന്ത്യർ 6-9-10 വാക്യങ്ങൾ. ശിക്ഷണം ലഭിക്കുന്നവനാണ് ശിഷ്യൻ. യേശു എന്ന ഗുരുവിൽ നിന്ന് ശിക്ഷണം പ്രാപിച്ച് ശിഷ്യനായിത്തീരണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നതായിരുന്നു. മത്തായി 28:20. കർത്താവ് എന്താ പഠിപ്പിച്ചത്? കഷ്ടതകളിൽ തകർന്നു പോകാതെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. മദർ തെരേസയെ തുടർന്ന് മിഷണറീസ് ഓഫ് ചാരിറ്റീസിൻ്റെ ചുമതല ഏറ്റെടുത്ത സിസ്റ്റർ നിർമ്മല ജനിച്ചത് നേപ്പാളിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. മാസ്റ്റർ ബിരുദം നേടിയതിനു ശേഷം 1958 മദർ തെരേസയുടെ സന്യാസ സമൂഹത്തിൽ ചേർന്നു. ഒരു ശിഷ്യ ആകുന്നതിനു വേണ്ടി തനിക്ക് ലഭിക്കാമായിരുന്ന എല്ലാ പദവികളും ഉപേക്ഷിച്ചു. സിസ്റ്റർ നിർമ്മല നൽകിയ വില വലുതായിരുന്നു. ക്രിസ്തു ശിഷ്യന്മാർ സെർവൻസ് ഓഫ് ദ ഗ്രേറ്റ് സെർവൻറ്റ് എന്ന തിരിച്ചറിവിൽ കൂടി നമുക്ക് കർത്താവിന് വേണ്ടി നമ്മുടെ ഓട്ടമോടാം. കർത്താവെ, കഷ്ടതകളിൽ തകർന്നു പോകാതെ നിന്നെ പിൻപറ്റുവാൻ എന്നെയും ബലപ്പെടുത്തണമേ. ആമേൻ. കഷ്ടതയേലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക.